അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ മാവ് അളന്നെടുക്കുക. ആ അളവിൽ തന്നെ വെള്ളവും അളന്നിട്ടെടുക്കുക. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ഇതായിട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടി അളന്നെടുത്തത് അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും 1 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. 1/2 കപ്പ് വെള്ളമല്ലേ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടിക്ക് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ കട്ടി കുറവായിരിക്കണം. ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. കൂടണ്ട, 1 ടീസ്പൂൺ മതിയാവും. പിന്നെ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയില കുറച്ച് ചെറുതായിട്ട് മല്ലിയില അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കലക്കി വെച്ച ബാറ്റർ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ പച്ച നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത നിലക്കടല വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ച നിലക്കടലയല്ലേ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴന്ന് വരണം. അപ്പം നിലക്കടല ഇല്ലാന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ എടുത്താലും മതി. ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ നിലക്കടല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് എടുത്തിട്ടുള്ളത്. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിൽ മുളക് പൊടിയൊന്നും എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നില്ല. പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് വഴന്ന് വന്നാൽ മതി. ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പിൻ്റെ അളവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പുളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പുളി മതി. പുളിക്ക് പകരം നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ സവാളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കൈപ്പിടി മല്ലിയിലയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് പുതിനയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ പുതിനയില ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില മാത്രം എടുത്താലും മതി. ഇതെല്ലാം ഒന്ന് വാടി വരണം. അപ്പോൾ അതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ചൂട് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിക്ക് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ചട്നി ഇങ്ങനെ കഴിക്കാനും നല്ല രുചിയാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതൊന്ന് മൂപ്പിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ ചട്നിക്ക്. നമുക്ക് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററി ഇതുപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ആദ്യത്തെ ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. പാനൊന്ന് ചൂടായതിന് ശേഷം ബാറ്ററി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. അങ്ങ് പരന്ന് വന്നോളും. നമ്മുടെ ബാറ്ററി ലൂസായിട്ടല്ലേ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഒരു വശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ ഇതിൻ്റെ പുറമൊക്കെ ഡ്രൈ ആയി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഈ വശവും ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. മാവ് കുഴയ്ക്കേണ്ട, പരത്തേണ്ട. ചപ്പാത്തിയേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ദോശ ഇരിക്കുന്നത്. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചട്നിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാതെയാണ് ഈ ചട്നി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ദോശ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്